കേരളത്തിൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടാൻ JEE നിർബന്ധമാണോ? എങ്കിലല്ല. കേരളത്തിൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടാൻ നമ്മൾ എഴുതേണ്ടത് കീം എക്സാം ആണ്. കീം എക്സാം എഞ്ചിനീയറിംഗിന് വേണ്ടി മാത്രമല്ല. കീം എക്സാം വഴി നമുക്ക് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ അലൈൻ ആൻഡ് ഫാർമസി കോഴ്സ് ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതാണ്. സ്റ്റേറ്റ് കോട്ടയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നീറ്റ് എഴുതിയ എല്ലാ കുട്ടികളും ഈ പറഞ്ഞ കീം എക്സാമിനെയും രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. MBBS, ഹോമിയോ, അഗ്രികൾച്ചർ, ഫിഷറീസ്, ബയോടെക്നോളജി, BPharm, BDS, സിദ്ധ, ഫോറസ്ട്രി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ്, ആർക്കിടെക്ചർ, ആയുർവേദ, യുനാനി, വെറ്റിനറി, എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഈ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഉറപ്പായും കീം എക്സാം അപ്ലൈ ചെയ്തിരിക്കണം. കീം 2025 എക്സാം ഏപ്രിൽ 22 മുതൽ ഏപ്രിൽ 30 വരെ പല ദിവസങ്ങളിലായി കഴിഞ്ഞ വർഷം നടന്നതുപോലെ തന്നെ CBT മോഡിലാണ് നടക്കുന്നത്. CBT എന്നാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. ഈ കീം എക്സാമിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. കീം എക്സാം ഓൺലൈൻ ആപ്ലിക്കേഷന്റെ അവസാന തീയതി മാർച്ച് 10 ഈവനിങ് 5 മണി വരെയും ഇതിനായിട്ടുള്ള ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള അവസാന തീയതി മാർച്ച് 15 വരെയുമാണ്. എക്സാമിന് മുന്നേയായി ഏപ്രിൽ 10 നിങ്ങൾക്ക് ഓൺലൈൻ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ്. കീം 2025 എക്സാം ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നടത്തപ്പെടുന്നതാണ്. നിങ്ങളുടെ എക്സാം സെന്ററിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നത് ഉച്ചയ്ക്ക് 12 മണി മുതലും നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത് 1:30 മുതൽ 1:50 വരെയാണെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അഡ്മിറ്റ് കാർഡ്, ഫോട്ടോ ID പ്രൂഫ്, ട്രാൻസ്പാരന്റ് ബോൾ പോയിന്റ് പെൻ ഇവ മാത്രമേ എക്സാം ഹാളിലേക്ക് അനുവദിക്കുകയുള്ളൂ. എക്സാമിന് പോകുന്നതിന് മുന്നേ ഇവയെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. കീം 2025 റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് മെയ് 10 അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 10 കീം 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ 5 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ആദ്യമായി നിങ്ങൾ കീം രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നേരെ ഫീ പേയ്മെന്റിലേക്ക് പോകാം. ഫീ പേയ്മെന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് അതിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അക്നോളജ്മെന്റ് പ്രിന്റ് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കുക. www.cee.kerala.gov.in എന്ന സൈറ്റിൽ നിങ്ങൾ കയറിയാൽ അവിടെ നിങ്ങൾക്ക് കീം 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് കാണാൻ പറ്റും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന വിൻഡോയിൽ രജിസ്റ്റർ ഹിയർ എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് ആരംഭിക്കാവുന്നതാണ്. വൺസ് നിങ്ങൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ഇമെയിൽ ID ഇവ 2 കാര്യങ്ങളും തീർച്ചയായും ശ്രദ്ധിക്കണം. നിങ്ങളുടെയോ നിങ്ങളുടെ പേരൻറ്റിൻ്റെയോ മൊബൈൽ നമ്പർ, ഒരു ആക്റ്റീവ് മൊബൈൽ നമ്പർ അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മെയിൽ ID നിങ്ങളുടെ പേഴ്സണൽ മെയിൽ IDയും ആയിരിക്കണം. അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ തന്നെ സിഗ്നേച്ചർ, പിന്നെ ഡോക്യുമെന്റ്സ് ഇവയെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം, ഫോട്ടോയുടെ കേസിൽ നിങ്ങൾ റീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോ വേണം എന്തായാലും അപ്ലോഡ് ചെയ്യാൻ. ഈ റീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 150 പിക്സൽ വിഡ്ത്തും അതുപോലെ തന്നെ 200 പിക്സൽ ഹൈറ്റും. ഈ ഫോട്ടോയുടെ സൈസ്, ഫയൽ സൈസ് 1 KB മുതൽ 100 KB ഉള്ളിലായിരിക്കണം. അതുപോലെ തന്നെ സിഗ്നേച്ചറിന്റെ കേസ് എടുക്കുകയാണെങ്കിലും ഈ സിഗ്നേച്ചറിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, ഡയമെൻഷൻ എന്ന് പറയുന്നത് 150 പിക്സൽ വിഡ്ത്തും അതുപോലെ തന്നെ 100 പിക്സൽ ഹൈറ്റും അതുപോലെ തന്നെ ഫയൽ സൈസ് 1 KB മുതൽ 100 KB ഉള്ളിലായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയുള്ള കാര്യം നമ്മുടെ ഡോക്യുമെന്റ്സിൻ്റെ ആണ്. നമ്മൾ എപ്പോഴും ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി അപ്ലോഡ് ചെയ്യേണ്ട ഒന്ന് നമ്മളുടെ SLC സർട്ടിഫിക്കറ്റ് ആണ്, 10th. രണ്ടാമത് വരുന്നത് പ്രൂഫ് ഫോർ നാറ്റിവിറ്റി, അടുത്തത് വരുന്നത് പ്രൂഫ് ഫോർ ഡേറ്റ് ഓഫ് ബർത്ത്. പ്രൂഫ് ഫോർ നാറ്റിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ജനന സ്ഥലം മെൻഷൻ ചെയ്തിട്ടുള്ള പാസ്പോർട്ടോ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. നിങ്ങൾ റിസർവേഷൻ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇനി പറയുന്ന ഡോക്യുമെന്റ്സ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ OBCയിൽ സബ് കാറ്റഗറിയായ SCBC അല്ലെങ്കിൽ OEC വിഭാഗത്തിൽപ്പെടുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ വില്ലേജ് ഓഫീസറിൽ നിന്നും ലഭിക്കുന്ന നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇനി നിങ്ങൾ EWS കാറ്റഗറിയിലാണെങ്കിൽ വില്ലേജ് ഓഫീസറിൽ നിന്ന് ലഭിക്കുന്ന EWS സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾ SC/ST കാറ്റഗറിയിൽ പെടുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് തഹസിൽദാറിൽ നിന്നും ലഭിക്കുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ ഈ പറഞ്ഞ 3 കാറ്റഗറിയിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനം 6 ലക്ഷത്തിനുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് ഫീ ഉണ്ടായിരിക്കുന്നതല്ല.
അതിനുവേണ്ടി നിങ്ങൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റും നിർബന്ധമായും അപ്ലോഡ് ചെയ്യണം. ഇനി നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. വില്ലേജ് ഓഫീസറിൽ നിന്നും ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഫീ കൺസെഷനും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ അത് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്ക് അത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭ്യമാവുന്നതല്ല. ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഓരോ കോഴ്സിനും ഓരോ കാറ്റഗറിക്കും എത്ര ആപ്ലിക്കേഷൻ ഫീ വരുമെന്ന് നോക്കാം. സോ ഇത്രയാണ് നമുക്ക് കീമിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് കീമിനെ പറ്റിയും രജിസ്റ്റർ ചെയ്യുന്നതിനെ പറ്റിയും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കീം 2025 നിങ്ങൾ പ്രിപ്പയർഡ് ആണോ? പലരും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും, സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുന്നവരും ഉണ്ടാവും. നിങ്ങൾക്കായിതാ ആകാശിൽ എക്സ്ക്ലൂസീവ് കീം ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വീഡിയോയുടെ അവസാനം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ കീം എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദ ബെസ്റ്റ്.